വചനമൊഴി ഡിസംബർ 6. വചനഭാഗം 1 യോഹന്നാൻ 4:7-12, യോഹന്നാന്റെ സുവിശേഷം 3:16-21. ഈശോയിൽ സ്നേഹമുള്ളവരെ, മംഗളവാർത്താ കാലത്തെ ഈ ആദ്യ ആഴ്ചയിൽ പ്രധാനമായും വിശ്വാസത്തെക്കുറിച്ചായിരുന്നു നമ്മുടെ ധ്യാന വിഷയം. ആബേലിന്റെയും നോഹയുടെയും ഹേനോക്കിന്റെയും അബ്രാഹത്തിന്റെയും സാറായുടെയും സക്രിയായുടെയും എലീശുവായുടെയും വിശ്വാസവും സമർപ്പണവും നാം ധ്യാന വിഷയമാക്കി. ഇന്ന് സുവിശേഷത്തിൽ ശ്രവിക്കുന്നത്, വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യഥാർത്ഥത്തിൽ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം എന്താണെന്നതാണ് ഇവിടെ പറയുന്നത്. ഒരുവനും നശിച്ചു പോകാതെ മനുഷ്യകുലത്തെ മുഴുവൻ രക്ഷിക്കുക എന്നതാണ്. അന്ധകാരത്തെ നീക്കുന്നതിന് ലോകത്തിലേക്ക് വന്ന പ്രകാശമായാണ് ദൈവപുത്രന്റെ മനുഷ്യാവതാരം. പ്രകാശത്തേക്കാൾ അന്ധകാരത്തെ സ്നേഹിച്ചവർക്ക് വെളിച്ചത്തിലേക്ക് വരുവാൻ സാധിക്കുന്നില്ല. പ്രകാശത്തിന്റെ മക്കളാകുവാനുള്ള വിളിയാണ് മനുഷ്യാവതാരത്തിലൂടെ ലഭിക്കുന്നത്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നവർക്കായി വലിയ പ്രകാശോദയം ചെയ്തു എന്നാണല്ലോ മത്തായി ശ്ലീഹ ഈശോയുടെ പരസ്യജീവിതത്തിന്റെ ആരംഭത്തിൽ പറയുന്നത്. സത്യം പ്രവർത്തിക്കുന്നവർ വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ അവന്റെ പ്രവർത്തികൾ ദൈവത്തിൽ ചെയ്യുന്നവയാണെന്ന് വെളിപ്പെടുന്നു. മനുഷ്യനായി അവതരിച്ച ദൈവം നമ്മിൽ വസിക്കണമെങ്കിൽ നാം പരസ്പരം സ്നേഹിക്കണമെന്നാണ് യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്ന് ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ശ്ലീഹ പറയുന്നത്, മിശിഹ ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു. ദൈവം ലോകത്തിന് നൽകിയ വലിയ സമ്മാനമായിരുന്നു ഈശോ മിശിഹ. മനുഷ്യനായി അവതരിച്ച മിശിഹ നമ്മിൽ ജനിക്കേണ്ടിയിരിക്കുന്നു. അത് ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞും സഹോദരങ്ങളെ സ്നേഹിച്ചും വിശ്വാസ ജീവിതം നയിക്കുന്നതിലൂടെയും സത്യം പ്രവർത്തിക്കുന്നതിലൂടെയുമാണ്. പരസ്നേഹമെന്ന പുണ്യത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് പ്രത്യേകം ധ്യാനിക്കാം. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് ഈശോ പറയുന്നത്. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെയും സ്നേഹിക്കാൻ സാധിക്കുകയില്ല. കൂടെ വസിക്കുന്നവരില്, കൂടെ ജോലി ചെയ്യുന്നവരില്, സുഹൃത്തുക്കളില്, അയൽക്കാരില്, എല്ലാറ്റിനും ഉപരിയായി ചെറിയവരിൽ ഈശോയെ ദർശിക്കുന്നതിന് നമുക്ക് സാധിക്കണം. അപ്പോൾ ഈശോ നമ്മുടെ കൂട്ടായ്മയിലുണ്ടായിരിക്കും. നമ്മുടെ ജീവിതം മംഗളകരമായി മാറും. അനുദിന ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രവൃത്തികളിലൂടെ അനുദിന ജീവിതം മംഗളകരമായി മാറുവാൻ, മിശിഹായിലുള്ള വിശ്വാസം ഏറ്റുപറയുവാനും സഹോദര സ്നേഹം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുവാനും നമുക്കും പരിശ്രമിക്കാം. ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.